Hi dears, welcome back to my channel. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ വേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫ്ലവർ വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതേപോലെ വേറൊരു ഡിസൈനിൽ സെയിം വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ വേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഡിസൈനാണ് ഇപ്പം പേപ്പറിൽ വരച്ചെടുത്തേക്കുന്നത്. അതിനുശേഷം അത് കട്ട് ചെയ്ത് നമ്മളിതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ വെച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ മുൻപ് ആ വീഡിയോ ചെയ്തതിനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമ്മൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം കാർഡ്ബോർഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നമുക്ക് മുൻപ് ചെയ്തേക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ആകെ നമുക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്നറിയോ? ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതേപോലെ നീളത്തിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഗ്ലൂ ഗൺ ആകുമ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ ഈ സിമെൻറ്റ് അതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ലീക്ക് ആവാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ ഈ പേപ്പർ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, തീരെ ഒരു വെറും പേപ്പർ അല്ലാണ്ട് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളൊരു പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് നനഞ്ഞു പോയാലോ. അപ്പോൾ അങ്ങനെ ഒരു പേപ്പറൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കും ഇത് ട്രൈ ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഫുള്ളായിട്ട്. അതുപോലെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മുന്നോട്ട് പിന്നെ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങാണ്, ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര വാല്യുബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ ഈ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സിമെൻറ്റ് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ നമ്മൾ ഒന്ന് റാപ്പ് ചെയ്തിട്ട്, അതായത് നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇതിനകത്തൊന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്തെങ്കിലും ചെടിയോ കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ സിമെൻറ്റ് കലക്കി ഇതിനകത്തേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് തട്ടിക്കൊടുത്താൽ മതി. നമുക്കതിനകത്ത് ചെറിയ ഹോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് ഉണങ്ങാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തു. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കുക കേട്ടോ. അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിന് ശേഷമേ ഇതിൻ്റെ കവറിൽ നിന്ന് മാറ്റിയെടുക്കാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറവശത്തെ ഈ കവറിങ് ഒന്ന് മാറ്റാം. ഫുള്ളായിട്ട് നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ആകെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷേപ്പിങ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരും. നന്നായിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് കുറച്ച് ക്ലീനായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് നമ്മൾ ആ ഹോൾ കൊടുത്തിരുന്നില്ല, ആ പേപ്പർ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ബലം പിടിച്ചെടുക്കരുത്, ചിലപ്പോൾ അതിങ്ങനെ വിട്ടു പോരത്തില്ല. അതുകൊണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതുപോലെ കത്തിയോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് ആദ്യമേ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമെൻറ്റാണ്. നമ്മുടെ കൈയൊക്കെ സെൻസിറ്റീവായിട്ട് സ്കിന്നായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പം കൈക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതിനകത്ത് വരത്തില്ല. നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഒരു കോട്ടൊന്ന് ബ്ലാക്ക് കളർ കൊടുത്തിരുന്നു. നമ്മളിതൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു കോട്ട് ഞാൻ കൊടുത്തിരുന്നു. ഇനി നമുക്കിതിന് പുറത്തേക്ക് ഒരു കോട്ടും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒരു കോട്ടും കൂടെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ഗ്ലേസിങ് വരും. പിന്നെ ഇതിനകത്ത് നമ്മളിത് നേരെ വെക്കുമ്പോൾ മറിഞ്ഞു പോകുന്ന ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വെയിറ്റിൻ്റെ വ്യത്യാസം വരുന്നത് കൊണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെറിയൊരു ബേസ് കൂടെ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഓർത്ത് വെച്ചിട്ട് അത്ര ഒരു ബലം തോന്നിയില്ല. അപ്പോൾ ഞാനിതിനൊരു ബേസ് കൊടുത്തായിരുന്നു കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണല്ലോ. അതിൽ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസ് കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ബേസ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കാം. ഈ ബ്ലാക്ക് കളർ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വുഡ് വാർണിഷാണ് കൊടുക്കുന്നത്. അപ്പോൾ വാർണിഷ് എന്തായാലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഹോം ഡെക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരിക്കത്തില്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.